അങ്ങനെ അതും കഴിഞ്ഞു. അയ്യോ, കഴിഞ്ഞിട്ടില്ല കേട്ടാ, ഇത് തുടക്കം മാത്രമാണ് കേട്ടാ. അപ്പൊ ഇന്നാണ് ഞങ്ങളുടെ മെയ്യ് ആറാട്ടുപുഴ പൂരം. പൂരം പൂരം പൂരം. അപ്പോ ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിങ്കി വ്ളോഗ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ പൂരം വരും, ഒരു 2 മണിയാകുമ്പോൾ വരുള്ളൂ. പക്ഷെ വൈകുന്നേരം ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾ കുളിച്ച് സുന്ദരി കുട്ടികളായിട്ട് ഇരിക്കുക. കൂടെ കുഞ്ഞാപ്പും കുളിച്ച് കിടന്ന് ഉറക്കാണ്. ഒരു 6 മണിയായപ്പോൾ ആള് കിടന്ന് ഉറങ്ങി. കുഴപ്പമില്ല, ഇപ്പം നല്ല സുഖമായി കിടന്ന് ഉറങ്ങിക്കോട്ടെ. പൂരം വരുമ്പോൾ 2 മണിയാകുമ്പോൾ ആൾ ഉഷാറാവും എന്നുള്ള രീതിയിൽ ഞങ്ങൾ ഉറക്കി കിടത്തിക്കാണ്. അപ്പോൾ കുഞ്ഞാപ്പ് നല്ല സുഖ നിദ്രയിലാണ്. ബാക്കി എല്ലാവരും റെഡി ആവണത് വേറെ ഒന്നിനല്ല, എല്ലാം പോയി വീടിന്റെ മുറ്റത്ത് പോയി വായി നോക്കാനാണ്. നല്ല നല്ല കിടിലൻ കാഴ്ചകളും നല്ല പൂരത്തിന്റെ കുറേ പേര് പൂരത്തിന് ഇങ്ങനെ വരി നിരയായിട്ട് വഴി കൂടെ പോണത് കാണാനും വേണ്ടിയിട്ടാണ് മെയിനായിട്ട് കുളിച്ച് റെഡി കുട്ടപ്പിയായിട്ട് ഞാൻ നിൽക്കുന്നത്. എന്നിട്ട് ദേ ഇങ്ങനെ ഗേറ്റിന്റെ അവിടെ നിന്ന് ഇങ്ങനെ ഞാൻ നോക്കും. നല്ല നല്ല കാറുകൾ പോണതും വണ്ടികൾ പോണതും പിന്നെ 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 കുറച്ച് വായ്നോട്ടവും ഒക്കെ ആയിട്ട് നല്ല രസമുള്ള പൂരാണ്. പിന്നെ ഞങ്ങൾ ഇപ്പോൾ വല്ലപ്പോഴൊക്കെ വരുമ്പോൾ എല്ലാവരും ഇങ്ങനെ കാണും. പൂരാകുമ്പോഴാണ് എല്ലാവരും ഇങ്ങനെ വരാം. അപ്പൊ അവരൊക്കെ റോട്ടിൽ കൂടെ പോകുമ്പോൾ അവരോട് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞത്. ഡോറ ഇന്നത്തെ ദിവസം വായടച്ചിട്ടില്ല. കാരണം ഡോറയ്ക്ക് ഇങ്ങനെ ആൾക്കാരെ കാണുമ്പോൾ ഇങ്ങനെ നോക്കലും പിടിക്കലും കുറേയും ബഹളമായാണ്. ഇപ്പൊ കുറച്ചൊക്കെ നല്ലോണം തിരക്കൊക്കെ ആയി തുടങ്ങി. റോട്ടില് ഭയങ്കരമായിട്ട് ബ്ലോക്കാണ്. കാരണം തൃശ്ശൂർക്ക് പോണ എല്ലാ ബസ്സും എല്ലാ വണ്ടികളും ഞങ്ങളുടെ ഈ തൃപ്രയാർ വഴി അങ്ങോട്ട് തിരിച്ചു വിടാണ്. കാരണം അവിടെ ബ്ലോക്കാക്കി വെച്ചിട്ട് ആ വഴി ഇപ്പൊ പറ്റില്ല. അപ്പൊ ഈ വഴിക്ക് അങ്ങോട്ട് കടത്തി വിടുമ്പോൾ എല്ലാ വണ്ടികളും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ആയിട്ട് നല്ലൊരു തിരക്കാണ്. ശരിക്കും എനിക്ക് പറഞ്ഞാലേ പൂരം വരണുണ്ട് എന്ന് കേൾക്കാൻ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. നമുക്കെന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനെയാണ്. പൂരായാലും വിഷു ആയാലും ഓണായാലും അതൊക്കെ വരണുണ്ട്, ദേ വന്നുകൊണ്ടിരിക്കുന്നു, വരുന്നു. അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യുന്നു. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊരു എക്സൈറ്റ്മെന്റിന്റെ ആ ദിവസങ്ങളിൽ അതാണ് ഏറ്റവും അടിപൊളി. അന്ന് ആ ദിവസം വരുമ്പോൾ നമ്മൾ അങ്ങനെ അത് ചെയ്ത് അത് കഴിഞ്ഞല്ലോ എന്നുള്ളൊരു വിഷമം നമുക്ക് വരും. ശരിക്കും എനിക്ക് പൂരം ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് കഴിഞ്ഞ പൂരം കഴിഞ്ഞില്ലേ ഒരു മനസ്സിലത് ആലോചിക്കുമ്പോൾ ഒരു വിഷമ. എപ്പോഴും സത്യം പറഞ്ഞാൽ എപ്പോഴും വരണുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ത്രില്ലിങ്ങും ആ എക്സൈറ്റ്മെന്റും ഒക്കെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ ഞങ്ങൾ കുറേ നേരം ഞാൻ വീട്ടിൽ നിന്ന് ബോറടിച്ചപ്പോൾ എന്ത് ചെയ്തു, ഞങ്ങൾ നേരെ കനാലിക്ക് വിട്ടു. അവിടെ കനാലിൽ എന്ന് പറയുമ്പോൾ തേവര വരവേൽക്കുമ്പോൾ അടിപൊളി ഡെക്കറേഷനാണ് അവിടുത്തെ പുഴയുടെ അവിടെ. നിങ്ങൾ കനാലിന് കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അവിടെ പാലത്തിന്റെ അവിടെ അടിയിൽ നല്ല ഡെക്കറേഷൻസ് ഉണ്ട്. അപ്പൊ അത് കാണാനായിട്ട് ഞാൻ കനാലിലേക്ക് പോയി. അപ്പൊ അവിടുത്തെ കാഴ്ചയാണ് ഇത്. നല്ല അടിപൊളി കാഴ്ച കേട്ടോ, നല്ല രസമുണ്ട്. ഈ അമ്പലം നിങ്ങൾക്ക് മനസ്സിലായവര് ഉണ്ടാവും, എന്നാലും ഞാൻ പറയാം, തൃപ്രയാർ അമ്പലമാണ്. അപ്പൊ എല്ലാ കൊല്ലങ്ങളിലും അവരെന്തെങ്കിലും വെറൈറ്റി ആയിട്ട് പുഴയിൽ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഒരു വട്ടം അങ്ങനെ ശിവലിംഗമായിരുന്നു, സൂപ്പറായിരുന്നു ശിവലിംഗം കേട്ടോ. അന്നൊന്നും എനിക്ക് കാണാൻ പറ്റിയില്ല. തേവര് പോയി കഴിഞ്ഞിട്ട്, കാരണം തേവര് വരുന്ന സമയത്ത് നമുക്ക് ആ റോഡിൽ കാർ ഒരിക്കലും ഇറക്കാൻ പറ്റില്ല. അന്ന് 2 വീലറുകൾ എങ്ങനെയെങ്കിലൊക്കെ ഗ്യാപ്പ് കൊടുത്ത് പോകാൻ പറ്റും. അങ്ങനെ ഞാൻ 2 വീലർ എടുത്താ വന്നപ്പോഴേക്ക് ഇവിടെ പാലത്തിന് തൊട്ട് അപ്പുറത്ത് ഇപ്പുറത്തായിട്ട് ആൾക്കാരൊക്കെ നിറഞ്ഞിരിക്കാണ് തേവരെ വരവേറ്റിട്ട്. കൂടെ റോഡ് സൈഡിൽ അപ്പുറത്തും ഇപ്പുറത്തും പറ കൊടുക്കാനുള്ള ആൾക്കാരുടെ ബഹളമായാണ്. അതുകൊണ്ട് എനിക്ക് അതിന്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. വണ്ടി ഓടിക്കും വേണം, പിന്നെ വീഡിയോ എടുക്കാനായിട്ട് നടക്കൂല. അപ്പൊ ഇവിടെ വന്നിട്ട് പാലത്തിന്റെ അവിടെ വന്നിട്ട് ഞാൻ ഈ ഒരു കണ്ട എന്തൊരു രസം കാണാൻ. അമ്പലം ഇങ്ങനെ നമ്മുടെ പുഴയിൽ കൊണ്ടുവച്ച മാതിരി, തൃപ്രയാർ അമ്പലം ആ പുഴയിൽ കൊണ്ടുവച്ച മാതിരിയാ തോന്നുന്നു. ഇങ്ങനെ അകലെന്ന് നോക്കുമ്പോൾ നല്ല രസം. ചുറ്റും ഇങ്ങനെ വിളക്കും ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി. എൻ്റെ അടുത്തത് അത്ര വലിയ ക്വാളിറ്റി ഇല്ലെങ്കിലും റിയൽ ആയിട്ട് അത് നമുക്കത് കാണണം വന്ന്. എല്ലാ കൊല്ലം നിങ്ങൾ ഇവിടേക്ക് വന്ന് നോക്കി. ഇവിടെ ആറാട്ടുപുഴ പോകുന്ന സമയത്ത് ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ഒരു വെറൈറ്റി ഒക്കെ ആയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇവിടെ അന്നദാനം ഉണ്ട്. അന്നദാനത്തിനൊക്കെ ആൾക്കാർ നിൽക്കുന്നത് കണ്ടായില്ലേ. അത് കഴിഞ്ഞ തേവര് വരുന്നതിന് തൊട്ട് മുമ്പുള്ളൊരു ചെറിയൊരു വെടിക്കെട്ടാണ്, ഇത് സാമ്പിൾ വെടിക്കെട്ടാണ്. അത് അടിപൊളിയായിരുന്നു.
ഇനിതേ തേവര അങ്ങോട്ട് തല ഉയർത്തി അമ്പോ ആ വരണ് കാണുമ്പോ തന്നെ ഇല്ലേ നമുക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ എടുക്കുന്നത് തൊഴാൻ പറ്റുന്നില്ല, രണ്ട് കൈയും ഫ്രീ അല്ല. എന്നാലും ഞാൻ മൊബൈലിൽ എന്റെ ഇങ്ങനെ ഷെയ്ക്ക് ആവണം തന്നെ ഇത് തോന്നണോണ്ട് മാത്രമാണ് കണ്ടത്. എന്താ രസം വേണം ഇത്, ഈ വരവിന് വേണ്ടിയില്ല ഈ 10,000-കണക്കിന് ജനങ്ങൾ ഈ കാത്തിരിക്കുന്നത്. ഈ എന്താ പറയാ, ഈ ചൂടും ഈ ഉഷ്ണമൊക്കെ സഹിച്ച് അവര് ഇരിക്കണതില്ലേ, നമുക്കിത് ഇവിടെ വന്ന് കാണുമ്പോ അറിയാം ഈ ഒരു വരവ് കാണാൻ വേണ്ടിയിട്ടാണ് എത്ര അധികം ആൾക്കാർ ഈ പാലത്തിന്റെ അപ്പുറത്തും ഇപ്പുറത്തും. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് അവര് അങ്ങോട്ട് ആറാട്ടുപുഴ വരെ ഈ തേവരുടെ പിന്നാലെ അങ്ങോട്ട് നടക്കാണ്. ഭജനകളും പാട്ടുകളും നാടൻ പാട്ടുകളും ഒക്കെ പാടി ഒന്നും അറിയില്ല, ക്ഷീണോ ഒന്നും അറിയില്ല. ആ ദിവസല്ലേ ഇതിനു വേണ്ടി മെനക്കെട്ട് ഇറങ്ങണവര് 10,000-കണക്കിനാണ്. അത് നമ്മുടെ മനസ്സിനൊരു കുളിർമ തന്നെയാണ്. പിന്നെന്താ പറ്റിയെന്ന് വെച്ചാലേ, അത് ഞാൻ ഇതോട് പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്വന്തം വീട്ടിലെ പൂരം മിസ്സായി പോയി. കാരണം ഇവിടെ കനാലിൽ വന്നപ്പോൾ ഞാൻ അവിടെ പെട്ടുപോയി. കാരണം തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയായി. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ബ്ലോക്കും കാര്യങ്ങളും ഒന്നും കൂടി 2 വീലറിനല്ല ഒരു ഉറുമ്പിന് പോലും കടക്കാൻ പറ്റാത്ത രീതിയിലായി ബ്ലോക്കും കാര്യങ്ങളും. പിന്നെ അവിടേക്ക് അങ്ങോട്ട് വിടണില്ല ആൾക്കാരെ, പോലീസുകാരെ അങ്ങോട്ട് തടഞ്ഞു നിർത്തി. ഞാൻ അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ പെട്ടു. ഇവിടെ എന്തുകൊണ്ട് ഞാനിങ്ങനെ ഒറ്റയ്ക്ക് പെട്ടു എന്നും പേടിക്കേണ്ട. ഇവിടെ എൻ്റെ മാമൻ്റെ വീട് കനാലില്. അപ്പൊ ഞാൻ മാമൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ പൂരം കാണാൻ വിഷമത്തോണ്ട്, കാരണം വീട്ടിൽ പോയി അവിടെ നിൽക്കാൻ പറ്റില്ല. ഇവിടുന്ന് ഞാൻ അവിടെ എത്തുമ്പോഴേക്കും പൂരത്തിന്റെ ബാക്കിൽ കൂടെ വണ്ടി ഇങ്ങനെ പതുക്കെ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇവിടെ പെട്ടുപോയി. എന്തായാലും തേവര അവിടെ ആയാലും ഇവിടെ ആയാലും ഞാൻ കണ്ടു, അത്ര തന്നെ. അവിടെ നിന്ന് ഓടിപ്പടഞ്ഞ് വന്ന് ഞങ്ങൾക്ക് ആ വഴി കൂടെ വരാൻ പറ്റില്ല. അപ്പൊ നേരെ ഞാൻ ചെറിയ പാലം വഴി ഇങ്ങോട്ട് രാജേര അവിടെ സെന്ററിന്റെ അവിടെ എത്തിയപ്പോ പൂരം ഇവിടെ എത്തി. സെന്ററിന്റെ അവിടെ എത്തിയപ്പോ ഇവിടെ കുടമാറ്റം കണ്ടു. അങ്ങനെ വീട്ടില് പോവാണ്ട് അവിടുന്നും ഇവിടുന്നും അവിടെ കൂടെ ഒക്കെ എത്തി സെന്ററിന്റെ അവിടെ എത്തിയപ്പോ കുടമാറ്റം കണ്ടു. അങ്ങനെ കുടമാറ്റം കണ്ട് ഇവിടെ പെട്ടമാതിരി വണ്ടി ഒരു വിധത്തിൽ അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് കണ്ട് കുടമാറ്റം കണ്ട് നിന്നു. അത് കഴിഞ്ഞിട്ട് വെടിക്കെട്ട് വന്നപ്പോ എന്ത് ചെയ്തു, ഈ വെടിക്കെട്ടിന്റെ തൊട്ടടുത്തായിരുന്നു ഞാൻ നിൽക്കുന്നുണ്ടായത്. അതുകൊണ്ട് ഈ മൊബൈലിൽ കറക്റ്റ് അറിയാൻ പറ്റും വെടിക്കെട്ട് ചെയ്യുമ്പോ അതിന്റെ കനലും കാര്യങ്ങളൊക്കെ മേത്തിക്ക് അങ്ങോട്ട് തെറിച്ചു. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഓടുന്ന ഒരു സീനൊക്കെ ഉണ്ട്. കാരണം മൊബൈൽ കണ്ടറിയാം ഷെയ്ക്കായിട്ട് ഇങ്ങനെ ഓടുന്നത്. കാരണം ഇത് ഇങ്ങനെ ആൾക്കാരൊക്കെ ഓടുന്നുണ്ട്. കാരണം ഇത്ര അടുത്ത് അവിടെ പോയി നിന്ന സ്ഥലം പോയി തെറ്റിപ്പോയി. അവിടെ അധികം ആൾക്കാരുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ ആൾക്കാരൊന്നുമില്ല, സുഖമായി നിൽക്കാതെ. പക്ഷെ എന്റെ തലയിൽ ഇത് പോയില്ല, ഇവിടെ വെടിക്കെട്ടിന്റെ സ്ഥലമാണ്. അതാണ് ഇവിടെ ആൾക്കാർ വന്ന് കഥ എനിക്ക് മനസ്സിലായ. തേവര് പോയി. അപ്പൊ അത് തേവര് വരുന്ന സമയത്താണ് ഈ വെടിക്കെട്ടിന്റെ അടുത്താണ് പോയി നിന്നത്. ഭയങ്കര മൊത്തത്തിൽ കൊളായല്ല, എൻജോയ് ചെയ്തെങ്കിലും കുറച്ച് ഇതായി. ഇതുപോലത്തെ ഒരു എൻജോയ്മെന്റ് ഇത്രയും വർഷത്തിൽ ആദ്യമായിട്ടാന്ന് തോന്നുന്നുണ്ട് എനിക്ക്. അപ്പൊ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട എല്ലാവരും എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ഇഷ്ടമായ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ കമന്റ്സ് വാല്യുബിൾ കമന്റ്സ് എനിക്ക് ചെയ്യണം. അപ്പൊ ഇപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പൂരം കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് ബൈ, സി യു.